ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമുക്ക് പൂരി ജഗന്നാഥ് ഭഗവാന്റെ കഥ കേട്ടാലോ. ഭഗവാൻ പൂരി ജഗന്നാഥ് സ്വാമിയുടെ രൂപത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഭാഗ്യമായ കാരണവും മറ്റൊന്ന് ആന്തരികമായ കാരണവും. ഇന്ന് നമുക്ക് ആന്തരികമായ കാരണം എന്താ എന്ന് കേൾക്കാം. ഞാൻ പിന്നീട് ഒരു ദിവസം ഭാഗ്യമായ കാരണം പറഞ്ഞു തരാം കേട്ടോ. ഭഗവാൻ കൃഷ്ണന് രണ്ട് അവസ്ഥയുണ്ട്. ഒന്ന് വൃന്ദാവനാവസ്ഥയും മറ്റൊന്ന് ദ്വാരകാവസ്ഥയും. ദ്വാരകയിൽ ഭഗവാൻ ചക്രവർത്തിയാണ്, ദ്വാരകാധീശനാണ്, രാജകീയവും പ്രൗഢിയും കൂടിയ ചക്രവർത്തി ഭാവത്തിലാണ്. വൃന്ദാവനത്തിലോ ഒരു കന്നുകാലിയെ മേയ്ക്കുന്ന ബാലകനായിട്ടു. ദ്വാരകയിൽ രാജാവിന് ഒത്തിരി കർത്തവ്യം നിർവഹിക്കണം. പക്ഷേ വൃന്ദാവനത്തിലോ കന്നുകാലികളെ മേയ്ക്കുക, ഗോപന്മാരുടെ കൂടെ കളിക്കുക, വെണ്ണ മോഷ്ടിക്കുക, ഗോപശ്രീകളുടെ കൂടെ കളിക്കുക, അങ്ങനെ എല്ലാ കുസൃതിയും കാണിച്ച് നടന്നു വരുന്നതാണ് പണി. അപ്പോൾ വൃന്ദാവന കൃഷ്ണന്റെ ഭാവം വേറെ, ദ്വാരകാ കൃഷ്ണന്റെ ഭാവം വേറെ. ജഗന്നാഥ് സ്വാമി ആരാണെന്ന് ചോദിച്ചാൽ രൂപം കൊണ്ട് ദ്വാരകാധീശനും ഹൃദയം കൊണ്ട് വൃന്ദാവന കൃഷ്ണനുമാണ്. ദ്വാരകയിൽ ഒരു ദിവസം രോഹിണി മാതാവ് വന്നു. അപ്പോൾ ഭഗവാന്റെ ഭാര്യമാരെല്ലാവരും ഒത്തുകൂടി അവരെല്ലാവർക്കും ഒരു കാര്യം അറിയണമെന്ന് രോഹിണി മാതാവിന്റെ അടുത്ത് പറഞ്ഞു. കൃഷ്ണന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു, വൃന്ദാവനത്തിൽ കൃഷ്ണൻ പശുക്കളെ മേയിച്ചത് എങ്ങനെയായിരുന്നു, എങ്ങനെയാ വെണ്ണ മോഷ്ടിച്ച്, എന്തൊക്കെ വികൃതികളാ കാണിച്ച് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ചോദ്യങ്ങളുടെ മീതെ ചോദ്യമായിരുന്നു. അപ്പൊ രോഹിണി മാതാവ് പറഞ്ഞു, ശരി, ഞാൻ പറയാം. ലീലകളിൽ വെച്ച് ഭഗവാന്റെ ബാലലീലയാണ് ഏറ്റവും ആനന്ദം. കൃഷ്ണന്റെ ബാലരൂപത്തിനെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം, പക്ഷേ മറ്റേ ആരും കേൾക്കരുത് എന്ന് പറഞ്ഞ് അവിടെ സുഭദ്രയോട് ആരും വരാതെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് വാതിലിന്റെ പുറത്ത് കാവൽ നിർത്തി. സുഭദ്ര കൃഷ്ണന്റെ കൊച്ചഞ്ചത്തിയാണ് കേട്ടോ. സുഭദ്ര ദ്വാരകയിലാണ് ജനിച്ചത്. അതുകൊണ്ട് വൃന്ദാവനം കണ്ടിട്ടില്ല, കൃഷ്ണന്റെ ബാലലീലകളൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് സുഭദ്രയ്ക്കും കഥ കേൾക്കാൻ വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ രോഹിണി മാതാവ് കൃഷ്ണന്റെ എല്ലാ ഭാര്യമാർക്കും ഒவ்வொരു ബാലലീലകളായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. സുഭദ്ര ആണെങ്കിലോ ഇതൊക്കെ പുറത്തു നിന്ന് കാതോർത്ത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ബാലലീലകൾ കഥ കേട്ട് കേട്ട് സുഭദ്രയുടെ മനസ്സ് നിറയെ സന്തോഷമായിട്ട് ആനന്ദം കൊണ്ട് മുഖം അങ്ങ് പ്രകാശിച്ച് പ്രസന്നമായി. കണ്ണുകളൊക്കെ വലുതായി വിരിഞ്ഞ് വലിയ കണ്ണുകളായി. കൈകൾ രണ്ടും ദേഹത്തിനകത്ത് ചുരുങ്ങിപ്പോയി. ഇതൊക്കെ ആനന്ദം കൊണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പോ ആ സമയത്ത് അവിടെ കൃഷ്ണനും ബലരാമനും നടന്നു വന്നു. അവരുടെ കൊച്ചഞ്ചത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എന്താ പറ്റിയേ, എന്തോ രഹസ്യമായ കാര്യം നടക്കുന്നുണ്ടല്ലോ. ഉടൻ തന്നെ രണ്ടുപേരും കൃഷ്ണനും ബലരാമനും സുഭദ്രയുടെ കൂടെ ചേർന്ന് കാതോർത്ത് കേൾക്കാൻ തുടങ്ങി. അകത്തിങ്ങനെ രോഹിണി മാതാവ് കൃഷ്ണന്റെയും ബലരാമന്റെയും കുസൃതികളും ലീലകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് നാരദമുനി വന്നു. കൃഷ്ണന്റെയും ബലരാമന്റെയും സുഭദ്രയുടെയും രൂപം കണ്ട് നാരദമുനി മനസ്സ് നിറയെ സന്തോഷവും ആനന്ദം കൊണ്ട് ആവേശഭരിതനായി. ഉടൻ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, അവനെ എല്ലാ ഭക്തന്മാർക്കും ഈ രൂപം കാണുവാനുള്ള അനുഗ്രഹം തരണേ എന്ന് അഭ്യർത്ഥിച്ചു. ഭഗവാൻ ശരി എന്ന് പറഞ്ഞ് നാരദമുനിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും സുഭദ്രയും വലിയ കണ്ണുകളും ചെറിയ ദേഹവുമായി ജഗന്നാഥ് പുരിയിൽ ജഗന്നാഥനായി അവതരിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ പറഞ്ഞ കഥയാണിത്. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.